ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് അരിയോ അരിപ്പൊടിയോ ഒന്നുമില്ലാതെ നല്ല സോഫ്റ്റുള്ള പാലപ്പത്തിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അരിയൊക്കെ കുതിർക്കാൻ മറന്നാലും രാവിലെ തന്നെ അരച്ച് രാവിലെ തന്നെ ചുട്ടെടുക്കാൻ പറ്റിയ നല്ലൊരു സോഫ്റ്റുള്ള പാലപ്പാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു സോഫ്റ്റുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 ഗ്ലാസ് റവ എടുത്തത്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു സോഫ്റ്റുള്ള പാലപ്പം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അരച്ചിട്ട് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. രാവിലെ തന്നെ അരച്ചിട്ട് രാവിലെ തന്നെ നല്ല സോഫ്റ്റുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരിയോ അരിപ്പൊടിയോ ഒന്നും നമ്മളെ കയ്യിലില്ലെങ്കിൽ ഇതുപോലെ റവ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണ്ടേ. ഇനി ഇതിലേക്ക് ഞാനിതാ 1.5 തവി ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ അതിൽ നിന്ന് 1.5 തവി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ജസ്റ്റ് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണതാട്ടോ ഈ ഒരു സോഫ്റ്റുള്ള പാലപ്പം. രാത്രി അരി വെള്ളത്തിലിടാനൊക്കെ മറന്നു പോകും. അപ്പോൾ ഇതുപോലെ റവ ഉണ്ടെങ്കിൽ ഞാനിതാ ഇതുപോലെ സോഫ്റ്റുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കലുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് എടുത്ത് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഞാനിതാ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. 2 ഗ്ലാസ് റവയ്ക്ക് ഏകദേശം ഞാൻ 2.5 ഗ്ലാസോരം വെള്ളം ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഈ റവ ഫുള്ളങ്ങോട്ട് വെള്ളം കുതിർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ്. റവ ആകുമ്പോൾ കുറച്ച് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ റവ വെള്ളം കുടിക്കില്ല. അതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഞാനിതാ 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതാ പാകമായിട്ട് തന്നെ കിട്ടുക. കുറേശ്ശെ ഇങ്ങനെ ഇളക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ നമ്മളിതാ ആ ഒരു അളവ് നമുക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതാ 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവൊക്കെ കണക്കായിട്ട് തന്നെ ഇതുപോലെ ഇട്ട് വേണ്ടത്. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മളെ ഈ ഒരു റവൊക്കെ നന്നായിട്ട് കുതിർന്നു കേട്ടോ. ഇനി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുകയാണ്. വെള്ളം കൂടിപ്പോയി എന്ന് കണ്ടാൽ അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ പിന്നെ റവ ഉണ്ടല്ലോ അതിട്ട് കൊടുത്താലും മതി കേട്ടോ. കുറഞ്ഞെന്ന് കണ്ടാൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഈ ഒരു മാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. തലേന്ന് രാത്രി അരച്ചെടുക്കുകയാണെങ്കിൽ ഈസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏകദേശം 1/2 സ്പൂണോളം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ വേണം കേട്ടോ, എന്നാലേ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. അന്നിട്ട് അരച്ചിട്ട് മതി കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഞാനൊന്നങ്ങോട്ട് കറക്കിയെടുക്കാൻ പോകണം. ഈ ഒരു സ്പൂണിന് 1/2 സ്പൂൺ ഈസ്റ്റാട്ടോ ഞാൻ ചേർത്തത്. അങ്ങനെ ജസ്റ്റ് ഒന്നങ്ങോട്ട് കറക്കിയെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല ഇഷ്ടമാകുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടുക, അല്ലെങ്കിൽ 2-3 മണിക്കൂറൊക്കെ വെക്കേണ്ടി കേട്ടോ. ഞാൻ ആകെ 1 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ജാറ് കഴുകി കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ഇനി നന്നായിട്ട് 2-3 മിനിറ്റ് നേരം ഇതുപോലെ അങ്ങോട്ട് തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി ഞാനിതാ 1 മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. രാവിലെ തന്നെ അരച്ചിട്ട് രാവിലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മളെ ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടിന് കണ്ടില്ലേ. ഈ ഒരു ബബിൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റുള്ള മാവായിട്ട് നമുക്ക് കിട്ടിന് കണ്ടില്ലേ. ഈ ഒരു മാവ് കൊണ്ടോട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അധികം അങ്ങോട്ട് ഇളക്കരുത് കേട്ടോ. ആ ഒരു ബബിൾസ് ഇങ്ങനെ ഇതിൽ തന്നെ നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം തീ ഒന്ന് കൂട്ടി കൊടുക്കട്ടോ. പിന്നെ നമ്മൾ തീ കുറച്ച് കൊടുക്കണേ. അങ്ങോട്ട് ബബിൾസ് ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്നങ്ങോട്ട് മൂടി വെക്കുക കേട്ടോ. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റുള്ള പാലപ്പം റെഡിയാക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചൂടോടി കൂടി കഴിക്കുകയാണെങ്കിൽ കറിയുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു സോഫ്റ്റുള്ള പാലപ്പത്തിന്. അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റുള്ള പാലപ്പം മിനിറ്റുകൾ തന്നെ റെഡി ആയതിനെ. ആ 1 മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി. നല്ല ഈസ്റ്റൊക്കെ ആണെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടുക. അപ്പോൾ കണ്ടില്ലേ. തലേന്ന് രാത്രി നമ്മൾ അരച്ച് വെക്കുകയാണെങ്കിൽ ഈസ്റ്റിൻ്റെ പിന്നെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് സോഡാക്കാരം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടുക. അപ്പോൾ ഞാൻ ഓരോരോ
പാലപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരിക്കലും റവ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തതെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. നമ്മൾ സാധാരണ അരി പിന്നെ അരിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സോഫ്റ്റുള്ള പാലപ്പത്തിന് അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിതാ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു മാവ് കൊണ്ട് തന്നെ ഞാൻ അപ്പം ഉണ്ടാക്കിയെടുക്കലുണ്ട്. ഇങ്ങനെ ഞാൻ കുറച്ചധികം മാവ് അരച്ച് വെച്ചാട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കല കേട്ടോ. അപ്പോൾ 2 ദിവസത്തിനായിട്ട് 2 രീതിയിൽ നമുക്കിതാ ഈ ഒരു മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ സോഫ്റ്റുള്ള പാലപ്പം കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇത് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചിന് കേട്ടോ. ഇതുപോലെ ഒരു തവി മാവ് അധികം ഇങ്ങോട്ട് പരത്താത്ത രീതിയിൽ ഒന്നങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ബബിൾസ് വന്നതിന് ശേഷം മൂടി വെക്കട്ടെ വേണ്ടത്. അപ്പം നമ്മൾ നല്ല സോഫ്റ്റുള്ള അപ്പം ഈ മാവ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ ഒരു മാവ് തന്നെ മതി കേട്ടോ. 1 സ്പൂണ് പഞ്ചസാര മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ആ ഒരു ദോശ നന്നായിട്ട് നെരിച്ചിലോടെ കൂടി കിട്ടണമല്ലോ. അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റുള്ള അപ്പം റെഡിയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യോ ഓയിലോ ജസ്റ്റ് ഒന്നും പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ ഇതിലേക്കും കറീൻ്റെ ഒന്നും ആവശ്യമില്ലേ. അങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരോടും അസ്സലാമു അലൈക്കും.